ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റി നമ്മൾ കാര്യമായിട്ട് പഠിച്ചു അല്ലേ. അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ പീരിയോഡിക് ടേബിളിലെ എലമെൻസിനെ അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ബ്ലോക്കുകളായി തരംതിരിച്ചിരിക്കുന്നതാണ്. ഹൗ ദ എലമെൻറ്റ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ബ്ലോക്സ് depending upon the electronic configuration, especially the outer electronic configuration. Okay, that's what we are going to check in this class. Okay, let us check the electronic configuration of hydrogen. When I am bringing the cursor over this hydrogen, the information about that element will be shown here. Okay, this is taken from the website of the Royal Society of Chemistry, a prestigious body for the chemistry and chemistry research. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഹൈഡ്രജനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഹൈഡ്രജൻ്റെ കീ ഫീച്ചേഴ്സ് ഇവിടെ കാണിക്കും. അപ്പം നിങ്ങൾ നോക്കുക, രണ്ടാമത്തെ ലൈനിൽ വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. വി ക്യാൻ സീ ദാറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രജൻ ഈസ് 1s1. And then when we are coming to the next element, which is down to hydrogen, okay, then its electronic configuration. I am talking only about the outer electronic configuration. So the outermost electronic configuration is 2s1. When it comes to the next element down, then it is 3s1, then 4s1, 5s1, 6s1, and 7s1, right? So when we are coming to different elements from top to bottom in this group, we can see that all the elements have their outer electronic configuration, which is coming like ns1. അതായത് എസ് ഓർബിറ്റലിലെ ഒരു ഇലക്ട്രോൺ ഫിൽ ആവുന്നു, അതാണ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഗ്രൂപ്പിലെ എലമെൻറ്റുകളെ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്. സോ ദീസ് ആർ ദ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ഓക്കെ, ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റൊബീഡിയം, സീസിയം, ഫ്രാൻസിയം ഇവർ ആൽക്കലി മെറ്റൽസ് ആണ്. ആൽക്കലി മെറ്റൽസ്. ഓക്കെ, അപ്പം എന്നാൽ ഇതിനകത്ത് ഏറ്റവും ടോപ്പിലായിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ട്, ഹൈഡ്രജൻ ആണ്. ആ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അത് ആൽക്കലി മെറ്റൽ അല്ല, ഇതൊരു ഗ്യാസ് ആണ്. ഇതിന് മെറ്റാലിക് ക്യാരക്ടർ ഇല്ല. അപ്പോൾ മറ്റ് എലമെൻറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, hydrogen എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഈവൻ ഇഫ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓൾ ദീസ് എലമെൻറ്റ്സ് ആർ ns1. ഓക്കെ, ദർ ഈസ് എ ക്ലിയർ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ എലമെൻറ്റ്സ്. അതുകൊണ്ട് ആണ് ഹൈഡ്രജനെ മറ്റൊരു കളറിലൂടെ കാണിച്ചിരിക്കുന്നത്. സോ ദ ഗ്രൂപ്പ് 1 ഇൻക്ലൂഡ്സ് ഹൈഡ്രജൻ ആൻഡ് ആൽക്കലി മെറ്റൽസ്. ഓക്കെ, which have one electron in the outermost s subshell. Alkali metals in the pratyekada, they are soft, highly reactive metals. They and their reactivity increases down the group. പക്ഷേ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ behaves very differently from the elements which are known as alkali metals, and so scientists disagree over whether it should belong to group 1 or 17. Okay, so there is a little bit doubt whether this hydrogen should be included here or it should be included here. Okay, because എന്തുകൊണ്ടാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ എന്താവും, അതിന് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാം അല്ലേ. അപ്പം ഒരു ഇലക്ട്രോണിൻ്റെ കുറവേ ഉള്ളൂ അതിന് നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ. അപ്പോൾ ഈ എലമെൻറ്റുകളുടെ പ്രത്യേകതയും അത് തന്നെയാണ്. ഇവർക്കൊക്കെ ഒരു ഇലക്ട്രോൺ കൂടി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാം. അപ്പോൾ ഹൈഡ്രജനും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. therefore there is a doubt or there is some discrepancies or disagreement between the scientists that whether hydrogen should be included here or included here. Anyway, commonly in almost all the periodic tables that you are seeing nowadays, the hydrogen is included just above helium, and therefore we can regard it as the group 1 for the time being at least. Okay, അതാണ് ഹൈഡ്രജന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. Anyway, I have to say that all these elements have the outer electrons filled in an s orbital and they have a general outer electronic configuration ns1. Okay, ഇനി നമ്മൾ അടുത്ത എലമെന്റ് പരിശോധിക്കാം. ഇവിടെ നോക്കുക, ബെറിലിയം. ബെറിലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കിക്കേ.
ബെറിലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2s2 ആണ്, 2s2. When it comes to magnesium, it is 3s2. When it comes to calcium, it is 4s2. Then strontium 5s2, barium 6s2, and radium 7s2. So all these elements have their outer electrons filled like ns2 അല്ലേ. ns2 എന്ന് പറയുന്നതാണ് അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് എസ് ഓർബിറ്റിൽ 2 ഇലക്ട്രോണുകൾ ഇരിക്കുന്നു. എസ് ഓർബിറ്റിൽ പരമാവധി എത്ര ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? 2 ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ 2 ഇലക്ട്രോണുകളും ഫില്ലായിരിക്കുന്ന എലമെന്റുകളാണ് ഈ ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം എന്ന് പറയുന്നത്. ഇനി എസ് ഓർബിറ്റിലേക്ക് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല അല്ലേ. അപ്പം ഇവിടെ വരെ ആകുമ്പോഴത്തേന് ഈ ഔട്ടർ എസ് ഓർബിറ്റൽ ഫില്ലായി കഴിഞ്ഞു. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റുകളിൽ 1 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ 2 ഇലക്ട്രോൺ ആകും. ഉദാഹരണത്തിന് ലിഥിയത്തിൽ ഹീലിയം 2s1 എന്നുള്ളതാണ് ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബെറിലിയത്തിലേക്ക് വരുമ്പോൾ ഹീലിയം 2s2 ആകുന്നു. ഇനിയും 2sൽ അടുത്ത ഇലക്ട്രോണിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം നമ്മുടെ എസ് ഓർബിറ്റൽസ് ഫില്ലാകുന്ന കേസ് ഈ 2 ഗ്രൂപ്പുകളിലും അവസാനിക്കുകയാണ് അല്ലേ. Therefore, these two groups together constitute the S block. ഇനി ഒന്നുകൂടെ പറയാനുണ്ട് എസ് ബ്ലോക്കിനെ പറ്റി. നമുക്ക് ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്, ഹീലിയം. കണ്ടില്ലേ, ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അതുകൊണ്ടാണ് അത് 2 ഇലക്ട്രോണുകളാണുള്ളത്. അപ്പൊ ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 1s2 എന്നുള്ളതാണ്. 1s2. ഹീലിയത്തെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ നോബിൾ ഗ്യാസിന്റെ മുകളിലാണ് അല്ലെ. നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ അങ്ങനെ പോകുന്നതാണ് നോബിൾ ഗ്യാസുകൾ. അപ്പൊ അതിന്റെ മുകളിലാണ് നമ്മൾ ഹീലിയത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഹീലിയത്തെ നോബിൾ ഗ്യാസിന്റെ മുകളിൽ പ്ലേസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഹീലിയത്തിന് ആകെക്കൂടിയുള്ള അതിന്റെ ഓർബിറ്റൽ 1s ആണ്. ആ 1sൽ 2 ഇലക്ട്രോണുകളും ഫില്ലായി കഴിഞ്ഞു. 1sൽ 2 ഇലക്ട്രോണുകളും ഫില്ലായി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 1sന് ഇനി മറ്റൊരു ഇലക്ട്രോണിനെ കൂടി അറ്റൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു ഇലക്ട്രോണിനെ കളയേണ്ട ആവശ്യവുമില്ല. അതായത് ഒരു ഓർബിറ്റൽ ഫില്ലായി കഴിഞ്ഞാൽ that orbital becomes stable, അല്ലെങ്കിൽ that electronic configuration becomes stable, then that element doesn't want to lose an electron, or that element doesn't want to gain one electron. Or in other words, we can say that എന്താ നമുക്ക് പറയാം, ഒരു എലമെന്റിനെ ഇലക്ട്രോണുകളെ കളയാനോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ സ്വീകരിക്കാനോ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ എലമെന്റിന് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല അല്ലേ. കാരണം എന്താ? കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകളുടെ എക്സ്ചേഞ്ച് ആണ് അല്ലേ. ഇലക്ട്രോണുകളെയാണ് അവിടെ പങ്കുവയ്ക്കപ്പെടുന്നതും അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതും ഒക്കെ കെമിക്കൽ റിയാക്ഷനുകളിൽ സംഭവിക്കുന്നത് ഇലക്ട്രോണുകളിലാണ്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണുകളിലാണ് മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഒരു എലമെന്റിന് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ that element will not attempt to lose an electron or to gain an electron, or in other words, that element will be extremely stable and it will be chemically unreactive. Okay, അപ്പം ഹീലിയത്തിന്റെ കേസിലും അത് വളരെ നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അപ്പൊ നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റുകളെ നമ്മൾ നോബിൾ ഗ്യാസസ് എന്നാണ് വിളിക്കുന്നത്, നോബിൾ ഗ്യാസസ്. അതുകൊണ്ടാണ് ഹീലിയത്തിനെ നമ്മൾ ഇവിടെ പെടുത്തിയിരിക്കുന്നത്, നിയോണിന്റെ തൊട്ടുമുകളിലായി നോബിൾ ഗ്യാസിന്റെ കൂട്ടത്തിൽ പെടുത്തിയിരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ഹീലിയത്തിനെ സ്വാഭാവികമായിട്ട് നമ്മൾ എവിടെ പെടുത്തേണ്ടത്? ഹൈഡ്രജൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്ഥാനത്ത് ഇവിടെ കൊണ്ട് പെടുത്താമായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ പെടുത്താതിന്റെ കാരണം ഈ എലമെന്റുകളുടെ പ്രോപ്പർട്ടിയുമായിട്ട് ഹീലിയം മാച്ച് ചെയ്യുന്നില്ല. കാരണം ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം അവരൊക്കെ 4s2 അല്ലെങ്കിൽ 2s2, 3s2 അങ്ങനെ വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇവിടെയാണ് ഹീലിയത്തെ വെച്ചിരുന്നെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് പറയാമായിരുന്നു. 1s2, 2s2, 3s2, 4s2, 5s2, 6s2, 7s2 അങ്ങനെ പറയാമായിരുന്നു അല്ലേ. But we are not placing helium here because the chemical properties of the helium doesn't match with the other elements down the group അല്ലേ. ഈ എലമെന്റുകളുടെയൊക്കെ പ്രത്യേകത നമുക്കറിയാം. ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം ഇവർക്കൊക്കെ എന്തുണ്ട്? ഒരുപാട് കോമ്പൗണ്ടുകൾ ഉണ്ട് അല്ലേ. കാൽസ്യത്തിന്റെ തന്നെ എത്ര കോമ്പൗണ്ടുകൾ നമ്മൾക്കറിയാം. നമ്മളുടെ പ്രകൃതിയിൽ വളരെ സുലഭമായിട്ടുള്ള ഒരു എലമെന്റ് ആണിത്. വളരെ പല കോമ്പൗണ്ടുകൾ, ഇനോർഗാനിക് കോമ്പൗണ്ടുകളെ അല്ലെങ്കിൽ ഓർഗാനിക് ലിഗാൻഡുകളുമായിട്ടുള്ള കോമ്പൗണ്ടുകളൊക്കെ നമുക്ക് സുപരിചിതമാണ്. അപ്പം അതുപോലെയല്ല ഹീലിയത്തിന്റെ പ്രത്യേകത. ഹീലിയം മറ്റ് എലമെന്റുകളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നില്ല, കെമിക്കലി അൺറിയാക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഹീലിയത്തെ ഇവിടെ പെടുത്താത്തത് കേട്ടോ. അല്ലെങ്കിൽ ഹീലിയത്തെ നമുക്ക് ഇവിടെ പെടുത്തേണ്ടതായിരുന്നു. അപ്പം ഹീലിയത്തെ നമ്മൾ നോബിൾ ഗ്യാസിന്റെ തൊട്ട് മുകളിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ എലമെന്റുകളുടെയും പ്രത്യേകത എന്താണ്? അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫില്ലായിരിക്കുന്നത് എസ് ഓർബിറ്റൽസിലാണ്. അത് ഹൈഡ്രജൻ ആയിക്കോട്ടെ,
ഹീലിയം ആയിക്കൊള്ളട്ടെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം ഇത്രയും എലമെന്റുകളിലും ഔട്ടർ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും എനർജി കൂടിയ ഇലക്ട്രോൺ ഫില്ല് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? എസ് ഓർബിറ്റിലാണ്. Therefore, all these elements together will constitute the S block. S block. So you can see the S block here. All other elements are hided. Okay, ഇവരെല്ലാം ഹൈഡ് ചെയ്തിരിക്കുകയാണ്. എസ് ബ്ലോക്കിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. Okay, so the S block elements include the alkali metals and alkaline earth metals. ഇതാണ് alkaline earth metals. ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം ഇവരെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആൽക്കലി മെറ്റൽസ് ഉണ്ട്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഉണ്ട് അല്ലേ. അതുകൂടാതെ ഹൈഡ്രജൻ ഉണ്ട്, ഹീലിയം ഉണ്ട് അല്ലേ. ഓക്കെ, അത്രയും ഉൾക്കൊള്ളുന്നതാണ് നമ്മളുടെ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. Okay, I hope you understood what is meant by S block and why they are called S block elements. They are called S block elements because their outermost electron is filled in the S subshell. Okay. Okay. Now let us move to the next block in the periodic table. Okay. So let us come to here boron. ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആയിരുന്നു. നമ്മൾ ബോറോണിലേക്ക് വരികയാണ്. അവരുടെ അറ്റോമിക് നമ്പർ 5 ആണ്. ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. 2s2 കഴിഞ്ഞിട്ട് 2p1ലേക്ക് ഫില്ല് ചെയ്ത് വരികയാണ് അല്ലേ. 2s2 2p1 ഇതാണ്. അതായത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഏറ്റവും എനർജി കൂടിയ ഇലക്ട്രോൺ 2pയിലാണ്, 2p സബ്ഷെല്ലാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് ബോറോണിന്റെ താഴെയുള്ള അലൂമിനിയത്തിൽ നിന്ന് പരിശോധിച്ച് നോക്കാം. ഇറ്റ് ഈസ് 3p1, then 4p1, then 5p1, 6p1, then 7p1 അല്ലേ. അപ്പൊ ഇവിടെ എല്ലാം ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ പ്രത്യേകത എന്താണ്? അവരെല്ലാം p1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളതാണ്. പി സബ്ഷെൽ ഫില്ല് ചെയ്ത് തുടങ്ങപ്പെടുന്നത് ഇവിടെയാണ് അല്ലേ. അപ്പൊ അവർക്കെല്ലാം ഓരോ ഇലക്ട്രോണുകൾ വെച്ചുണ്ട്. പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ പറ്റും? മൊത്തത്തിൽ 3 ഓർബിറ്റൽസ് ആണ് പി സബ്ഷെല്ലിലുള്ളത്. പി എക്സ് വൈ, പി വൈ, പി സെറ്റ്. അപ്പൊ 3 ഓർബിറ്റലുകൾ കൂടി പരമാവധി maximum 6 electrons include ചെയ്യാനൊക്കും. Therefore p subshell can include a maximum of 6 electrons. അതിനകത്ത് 6 ഇലക്ട്രോണുകളിൽ ഒന്നാമത്തെ ഇലക്ട്രോണിനെയാണ് ഇതെല്ലാം ഉൾപ്പെടുന്നത് അല്ലേ. ഇവിടെയാണെങ്കിൽ p1 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 ഇങ്ങനെയാണ് പോകുന്നത്. ആദ്യത്തെ ഇലക്ട്രോണുകൾ p1 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യുന്ന എലമെന്റുകളാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പൊ ഇതാണ് പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഇവരെ ഏത് ബ്ലോക്കിലാണ് പെടുത്തിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ it will come here. Okay, group 13. See, group 13ലാണ് ഇവരെല്ലാം വരുന്നത്. കാരണം ഇവിടെ നമ്മൾക്ക് കുറേ എലമെന്റുകളുണ്ട്, അവരെ പറ്റി നമ്മൾ പരിശോധിച്ചില്ല. ഇവിടെ 1 2 3 4 5 6 7 to 10 വരെയുള്ള 10 എലമെന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. 10 ഗ്രൂപ്പ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നേരത്തെ നമ്മൾ 2 ഗ്രൂപ്പുകൾ പരിശോധിച്ചു കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒരു 10 ഗ്രൂപ്പുകൾ വരും, അത് നമ്മൾ പിന്നെ പരിശോധിക്കും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമുള്ള എലമെന്റുകൾ, അതായത് 10 2 12, 13ാമത്തേതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ഗ്രൂപ്പ് 13A, ഗ്രൂപ്പ് 13 എലമെന്റ്, ഗ്രൂപ്പ് 13 എലമെന്റ്സ്. ഓക്കെ, സോ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം അങ്ങനെ വരുന്നതാണ് ഗ്രൂപ്പ് 13 എലമെന്റുകൾ. അവരുടെ p1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അവർക്കുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത എലമെന്റിനെ പരിശോധിക്കാം. കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കിക്കോളൂ. 2s2 2p2 എന്നാണ്. അതായത് രണ്ടാമത്തെ p ഇലക്ട്രോൺ ഫില്ലാകുന്നത് ഇവിടെയാണ് അല്ലേ. p2. ഇനി സിലിക്കണിലേക്ക് പോകുമ്പോൾ 3p2, ജർമേനിയത്തിലേക്ക് പോകുമ്പോൾ 4p2, ടിന്നിലേക്ക് പോകുമ്പോൾ 5p2, then 6p2, then 7p2 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഈ എലമെന്റുകളുടെ എല്ലാം പ്രത്യേകത എന്താണ്? ഈ എലമെന്റുകളുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ p2 ആണ് അല്ലേ. p2 അതായത് എനർജി കൂടിയ ഇലക്ട്രോണുകൾ വന്ന് ഫില്ല് ചെയ്യപ്പെടുന്നത് p2 എന്നുള്ള നിലയിലാണ് അല്ലേ. ഇനിയും ഇവര് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഗ്രൂപ്പ് 14ലാണ് വരുന്നത്. ഗ്രൂപ്പ് 14. ഓക്കെ, സോ ഗ്രൂപ്പ് 14ലേക്ക് വരുമ്പോൾ 2 ഇലക്ട്രോണുകൾ പിയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. നൈട്രജൻ ആകുമ്പോൾ 3 ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. 2p3. ഇനി ഫോസ്ഫറസിലേക്ക് വരുമ്പോൾ 3p3, then when it comes to arsenic 4p3, then 5p3, then 6p3, then 7p3 അല്ലേ. അതായത് മൂന്നാമത്തെ p ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് ഈ എലമെന്റുകളിലാണ്. Okay, and that belongs to group 15. Okay, group 15. Now we can go for the next, that is oxygen. Oxygen has 2p4, 2s2 2p4. Sulfur 2s2 3s2 3p4. Then selenium
4p4, tellurium 5p4, then 6p4, and then 7p4. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇപ്പൊ ഇവിടെ എല്ലാം എങ്ങനെയാണ്? P4 ആണ് ഇവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 4ാമത്തെ പി ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് ഈ എലമെന്റുകളിലാണ്. ഓക്കെ, അപ്പോൾ അടുത്തതിനകത്ത് അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏതാണ്? ഗ്രൂപ്പ് 16 ആണ്. ഓക്കെ അല്ലേ, ഗ്രൂപ്പ് 16. ഇനി നമ്മൾ അടുത്ത എലമെന്റ്സിലേക്ക് പോയി നോക്കാം. ഫ്ലൂറിൻ. ഫ്ലൂറിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2s2 2p5 ആണ്. ഓക്കെ, അപ്പൊ 5ാമത്തെ പി ഓർബിറ്റൽ ഫില്ല് ചെയ്യപ്പെടുന്നത് ഈ എലമെന്റുകളെയാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ അങ്ങനെ പോകുന്ന താഴോട്ട് പോകുന്ന എലമെന്റുകൾ നിങ്ങൾ നോക്കിക്കേ. p5, 3p5, then 4p5, then 5p5, then 6p5, and then 7p5. അപ്പം 5ാമത്തെ പി ഇലക്ട്രോണുകൾ പി സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യപ്പെടുന്നവരാണ് ഈ എലമെന്റുകളെല്ലാം. അതുകൊണ്ട് അവർ ഒരു ഗ്രൂപ്പിലാണ് വരുന്നത് അല്ലേ? അവര് 17th ഗ്രൂപ്പിലാണ് വരുന്നത് അല്ലേ? 17th ഗ്രൂപ്പിൽ. അപ്പം ഈ എലമെന്റുകൾ 5ാമത്തെ പി ഇലക്ട്രോൺ വരെ ഈ എലമെന്റുകളിൽ ഫില്ലായി കഴിഞ്ഞു. Now let us check the next one. നിയോൺ. ഓക്കെ, നിയോണിന്റെ പ്രത്യേകത എന്താണ്? p6 ആണ് അല്ലെ? ഫ്ലൂറിന് ശേഷം വരുന്ന എലമെന്റ് ആണ് നിയോൺ. അവിടെ 2s2 2p6 ആണ്. ആർഗൺ ആകുമ്പോൾ 3p6, ക്രിപ്റ്റോൺ 4p6, xenon 5p6, then 6p6, then 7p6. അതായത് പി സബ്ഷെല്ലിലെ ലാസ്റ്റ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത് ഈ എലമെന്റുകളിലാണ് അല്ലെ? ഇനി പി ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇല്ല. പിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകൾ 6 ഇലക്ട്രോണുകളാണ്. അതുകൊണ്ട് ഇവിടം വരെ വന്നപ്പോഴത്തേക്ക് ഇതേതാണ്? ഗ്രൂപ്പ് 18 അല്ലെ? ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ നിയോൺ, ആർഗൺ ഇങ്ങനെ വരുന്ന എലമെന്റുകളിൽ p6 ആണ് ഫില്ല് ചെയ്യപ്പെടുന്നത് അല്ലെ? അപ്പം നമ്മൾ ഇതുവരെ പരിശോധിച്ച ഇത്രയും എലമെന്റുകൾ ഉണ്ടല്ലോ. ഈ എലമെന്റുകളുടെ പ്രത്യേകത എന്താണ്? അവിടെ എല്ലാം ഇവിടെ നിന്ന് പി ഓർബിറ്റൽസ് ഫില്ലായി തുടങ്ങുന്നു, ഇവിടെ ആകുമ്പോൾ പി ഓർബിറ്റൽ ഫില്ലായി കഴിയുന്നു അല്ലെ? അപ്പൊ നമ്മൾ ഓരോ പീരീഡിൽ നോക്കിയാൽ മതി. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള, അതായത് ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെയുള്ള ഓരോ എലമെന്റുകളും ഓരോ പീരീഡിലൂടെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പി ഇലക്ട്രോണുകൾ ഫില്ലായി തുടങ്ങുന്നു ഇവിടെ ആകുമ്പോൾ പി സബ്ഷെല്ല് ഫില്ലായി കഴിയുന്നു അല്ലെ? അപ്പൊ ഇത്രയും എലമെന്റുകളുടെ പ്രത്യേകത, they have the outermost electronic configuration as some pn അല്ലെ? പി ആണ് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ എലമെന്റുകളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയുമോ? എസ് ബ്ലോക്ക് എന്നാണ് വിളിക്കുന്നത്, പി ബ്ലോക്ക് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പി ബ്ലോക്ക്. കാരണം അവിടെ ഫില്ലാവുന്ന ഏതാണ്? പി ഇലക്ട്രോൺസ് ആണ് അവിടെ ഫില്ലായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പി സബ്ഷെല്ലാണ് ഫില്ലായിക്കൊണ്ടിരിക്കുന്നത്. Therefore, all these elements together constitute the p block in the periodic table. അപ്പൊ നമ്മൾ രണ്ട് ബ്ലോക്കുകളെ പറ്റി പരിശോധിച്ചു കഴിഞ്ഞു, എസ് ബ്ലോക്കും പി ബ്ലോക്കും അല്ലേ? ഇനി നമുക്ക് അടുത്ത എലമെന്റുകളിലേക്ക് പോകാം. നമ്മൾ അടുത്ത എലമെന്റിലേക്ക് പോവുകയാണ്. സ്കാൻഡിയം. അറ്റോമിക് നമ്പർ 21 ആണ് സ്കാൻഡിയത്തിന്റെ. നേരത്തെ നമ്മൾ കാൽസ്യം പരിശോധിച്ചു കഴിഞ്ഞിരുന്നു, അതിന്റെ അറ്റോമിക് നമ്പർ 20 ആയിരുന്നു. Now we are going to the next element after calcium, that is scandium 21. ഈ സ്കാൻഡിയത്തിന്റെ പ്രത്യേകത നിങ്ങളൊന്ന് നോക്കിക്കേ. സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കുക. ആർഗൺ എന്ന് പറയുന്ന നോബിൾ ഗ്യാസിന് ശേഷം വരുന്ന ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണിത്. അതുകൊണ്ട് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 3d1 4s2 എന്ന് എഴുതി ചേർക്കാം. ഇവിടെ നിങ്ങൾ പരിശോധിക്കുക, 3dക്ക് മുമ്പേ 4s ഫില്ലാവും, നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പം 4s2 ഫില്ലായതിനു ശേഷമാണ് പിന്നെ എന്ത് വരുന്നത്? 3dയിലേക്ക് ഇലക്ട്രോൺ പോകുന്നത്. അപ്പം ഇവിടുത്തെ ഹയസ്റ്റ് എനർജി ഇലക്ട്രോൺ ഈസ് ഗോയിങ് ടു ദ 3d subshell and it has 3d1. Okay, then when we are moving from scandium to zinc, നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഓരോ ഡി ഓർബിറ്റൽസ് വെച്ച് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3d1 ആണ്, ഇവിടെ 3d2, then 3d3, then 3d4 ആയിരുന്നു ഇവിടെ വരേണ്ടത്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രോമിയത്തിന്റെ കേസിൽ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ഉണ്ട്. 4s2 3d4 എന്ന് പറയുന്നതിന് പകരം അവിടെ 4s1 3d5 ആണ് വരുന്നത്. കാരണം half filled orbitals have got some extra stability, that is why it attains 4s1 3d5 electronic configuration. So otherwise it should be 3d4. Okay, when it comes to manganese, then it is 3d5, then iron 3d6, cobalt 3d7, nickel 3d8, and copper 3d, it should be 3d9, 4s2 3d9, but copper also has got some exceptional configuration because
the fully filled orbital will have exceptional stability. Therefore, instead of sitting like 3D9 for us 2, it will sit like 3D10 for us 1. Okay, because it has got some extra stability. Otherwise, it should be normally 3D9. So this is copper. Then it comes zinc, and when it comes to zinc, the last electron is being filled in the d subshell. Okay, ഇപ്പം 10 ഇലക്ട്രോണുകളെയാണ് ഡി സബ്ഷെല്ലിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. കാരണം ഡി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 5 ഓർബിറ്റൽസ് ആണുള്ളത് അല്ലേ? അപ്പൊ നിങ്ങൾക്കറിയാം, അപ്പൊ ഈ 5 ഓർബിറ്റലിനും കൂടെ ചേർന്നുകൊണ്ട് എത്ര ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയും? 10 ഓർബിറ്റൽസ് അല്ലേ? അപ്പം ഡി എക്സ് വൈ, ഡി വൈ സെഡ്, ഡി എക്സ് സെഡ്, then dz² ds² - y², ഇങ്ങനെ 5 ഓർബിറ്റൽസിനൂടെ ചേർന്ന് 10 ഇലക്ട്രോണുകളെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. അതുകൊണ്ട് ഈ നമ്മൾ ഇവിടെ നിന്ന് ഇവിടം വരെ വരുമ്പോൾ 10 എലമെന്റുകളിൽ എത്തിച്ചേരുമ്പോൾ ആ 10 ഇലക്ട്രോൺസും ഡി സബ്ഷെല്ലിൽ ഫില്ലായി കഴിയും. ഓക്കെ, അപ്പം ഈ എലമെന്റുകൾ ഈ എലമെന്റുകൾ എന്ന് പറയുന്നത് ട്രാൻസിഷൻ എലമെന്റ്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ ഈ എലമെന്റുകളുടെ പ്രത്യേകത അവിടെ ഡി സബ്ഷെല്ലാണ് ഫില്ലായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വെൻ വി ആർ കമ്മിങ് ടു ദീസ് ആൾസോ, ഓക്കെ, നമ്മൾ നേരത്തെ ഇപ്പോൾ ഞാൻ ഒരു പീരീഡ് ആയിട്ടാണ് കാണിച്ചത്, നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ഇഫ് യു ആർ ചെക്കിംഗ് സ്കാൻഡിയം, ഇറ്റ് ഈസ് 3D1. ഓക്കെ, ഇഫ് യു ആർ ചെക്കിംഗ് ഇട്രിയം, ദെൻ ഇറ്റ് ഈസ് 4D1. അങ്ങനെ പോകുന്നു അല്ലേ? അപ്പൊ നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3D1 അല്ലെങ്കിൽ 4D1 അങ്ങനെയുള്ള കോൺഫിഗറേഷൻ, 5D1 6D1 ഇങ്ങനെയുള്ള കോൺഫിഗറേഷൻ ആണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പൊ D1 കോൺഫിഗറേഷൻ ആണ് ഈ ഗ്രൂപ്പിലെല്ലാം ഉള്ളത് അല്ലേ? അപ്പം ഇതെന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പാണ്? ഈ തേർഡ് ഗ്രൂപ്പാണ് ഈ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ലന്താനം, ആക്ടിനിയം ഇതിനെ തൽക്കാലം ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. അവരെ നമ്മൾ ലാന്തനൈറ്റ്സിന്റെയും ആക്ടിനൈറ്റ്സിന്റെയും കാര്യം പറയുമ്പോൾ നമുക്കത് വിശദമായിട്ട് പറയാം. ഓക്കെ, സോ ദ ഗ്രൂപ്പ് 3 ഈസ് എ ഫാമിലി ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. They each have the valence electron configuration D1s2. They are most often found in the +3 oxidation state. Okay, scientists do not always agree whether lanthanum and actinium should be included in this group. Okay, അപ്പം അതിനകത്തൊരു വീണ്ടും ഡിസഗ്രിമെന്റ് ഉണ്ട്. എന്നാൽ പല സയന്റിസ്റ്റുകളും ഈ ലന്താനത്തെയും ആക്ടിനിയത്തെയും ഗ്രൂപ്പ് 3യിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചില സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ ലന്താനവും ആക്ടിനിയവും തന്നെ ഈ ഗ്രൂപ്പ് 3യിൽ തന്നെ ഉൾപ്പെട്ടിരിക്കും. എന്നാൽ ചില ടെസ്റ്റുകളിൽ ഇത് ഗ്രൂപ്പ് 3യിൽ ഉൾപ്പെടുത്താതെയും ഇരിക്കും. ഓക്കെ, ബിക്കോസ് ദർ ഈസ് സം ഡിസഗ്രിമെന്റ് ഓവർ ദെയർ പ്രോപ്പർട്ടീസ് and their configurations. Okay, and therefore this is group 3. Anyway, all these elements have the D configurations. Okay, D1 configuration. Now we can go for the next one. Titanium, it has D2, here also D2, D2, D2. Okay, അപ്പോൾ നമ്മൾ ഈ എലമെന്റുകളെല്ലാം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇത്രയും എലമെന്റുകൾ നമ്മൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ആ എലമെന്റുകളുടെ പ്രത്യേകത ഇവിടുത്തെ ഓരോ എലമെന്റുകളിലും എന്താണ്? ഡി സബ്ഷെല്ലാണ് ഫില്ലായി വരുന്നത്, ഡി സബ്ഷെല്ലുകൾ. ഓക്കെ, അതുകൊണ്ട് ഇവരെ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. സോ ദ ഡി ബ്ലോക്ക് എലമെന്റ്സ് is also commonly known as transition metals. It contains metals that are typically hard and dense and good conductors of heat and electricity. They are less reactive than the S block elements and they often form colored compounds. The D subshell can hold a maximum of 10 electrons in 5 distinct orbitals. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും എലമെന്റുകൾ ചേർന്ന് എന്താണ്? ഡി ബ്ലോക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു പീരിയോഡിക് ടേബിൾ ഓഫ് എലമെന്റ്സിൽ. ഓക്കെ, I hope you understood this much. Now let us go to the next one. Okay, ഇനി നമ്മൾ സീറിയത്തിലേക്ക് വരികയാണ്. സീറിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഇവിടെ ഉള്ള പ്രത്യേകത, ഇവിടെ 4f ഇലക്ട്രോൺ ഫില്ലായി അല്ലെ, 4f1 എന്ന് പറയുന്ന ഓർബിറ്റൽ ഫില്ലായി കഴിഞ്ഞു. 4f1 അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക. സിനോൺ 4f1 5d1 6s2. ഓക്കെ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? ലന്താനത്തിന്റെ കേസിൽ നോക്കുക, 5d1 6s2 എന്നാണ്. നിങ്ങളൊന്ന് പരിശോധിക്കുക, ബേരിയത്തിന്റെ കേസിൽ 6s2 ആണ്. അപ്പൊ ബേരിയത്തിന് ശേഷം 6s2 ഫില്ലായതിനു ശേഷം അടുത്ത ഇലക്ട്രോൺ 5d1ലേക്ക് പോകുന്നു. ഓക്കെ, 6s2 5d1. ഇനി ആ ലന്താനത്തിന് ശേഷം വരുന്ന എലമെന്റ് ആണ് 58ാമത്തെ, ഇത് 57 ആണ്. ഇനി 58ാമത്തെ അറ്റോമിക് നമ്പറുള്ള എലമെന്റ് ആണ് സീറിയം. അവിടെ വരുമ്പോൾ 5d1ഉം 6s2 5d1ഉം പിന്നെ 4f1 കൂടി വരുന്നു. ഓക്കെ,
ഇവിടെ ഈ 5d1നും 4f1നും 5dക്കും 4fനും ഏതാണ്ട് സിമിലർ എനർജിയാണ്. Therefore, there will be lot of discrepancies or lot of exemptions from the normally predicted electronic configuration in these cases. Okay, അപ്പം അത് നമുക്ക് കാണാം. ഇവിടെ വരുമ്പോൾ 4f ഫില്ലായി തുടങ്ങിയാണ്. 4f ഫില്ലായി തുടങ്ങിയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അടുത്തത് നമ്മൾ 4f2 എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷേ ആക്ച്വൽ കോൺഫിഗറേഷൻ അല്പം ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സീറിയത്തിൽ നിന്ന് പ്രസ്യൂഡീമിയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? എക്സ്പെക്ടഡ് കോൺഫിഗറേഷൻ, പ്രെഡിക്റ്റഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് പ്രസ്യൂഡീമിയത്തിന്റെ കേസിൽ 4f2 5d1 6s2 എന്നാണ് അല്ലേ. അപ്പൊ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ 4f1 5d1 5d1 6s2 എന്നുള്ളതാണ് സീറിയത്തിന്റെ കേസിൽ. അപ്പൊ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? 4f2 5d1 6s2 എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 4f2 5d1 6s2. അപ്പൊ അതിന് പകരമായിട്ട് ഈ 5ഡിയിലുള്ള ഇലക്ട്രോൺ കൂടി 4fലേക്ക് ചാടും. അപ്പൊ അത് നമുക്ക് കിട്ടുന്ന എക്സ്പെക്ടഡ് ഒബ്സർവ്ഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4f3 6s2 എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിനകത്തൊക്കെ തുടക്കത്തിൽ ഈ വിവരങ്ങളൊന്നും കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു. ഈ എക്സ്പെക്ടഡ് കോൺഫിഗറേഷൻ തന്നെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ കൂടുതൽ നമുക്ക് ഈ എലമെന്റുകളുടെ കോൺഫിഗറേഷൻ ഒക്കെ ക്വാണ്ടം മെക്കാനിക്കൽ മെത്തേഡ്സിലും മറ്റ് സ്പെക്ട്രോസ്കോപ്പിക്കൽ മെത്തേഡ്സ് വഴി മനസ്സിലായപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻസൈറ്റ്സ് കിട്ടിവരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് പ്രസ്യൂഡിയം. ഇനി അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് 4f4, then 4f5, 4f6, 4f7, 4f again we should expect like this is 4f7, so we should expect this is something like 4f8, പിന്നെ ഇവിടെ 4f9 വരുന്നുണ്ട്, ഇവിടെ 4f10, then 4f11, 4f12, 4f13, 4f14, okay, again 4f14. okay, അപ്പം എഫ് സബ്ഷനിൽ പരമാവധി എത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നത്? 7 എഫ് ഓർബിറ്റൽസ് ഉണ്ട്. 7 എഫ് ഓർബിറ്റൽസിനോട് ചേർന്ന് 14 ഇലക്ട്രോൺസിനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എത്ര എലമെന്റുകൾ ഉണ്ട് നോക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഓക്കെ, അപ്പൊ ഈ 14 ഇലക്ട്രോണുകളും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേന് അവസാനിക്കുകയാണ്. അപ്പം ഇതിനിടയിൽ ചെറിയ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. കാരണം there is a close energy, the energy difference is very much less between the 4f and 5d. അപ്പം പലയിടത്തും നമുക്ക് ചില അൺഎക്സ്പെക്ടഡ് കോൺഫിഗറേഷൻസ് കാണാൻ സാധിക്കും. ഓക്കെ, എനിവേ the 4f orbitals are being filled from here to here. And when we are coming to the thorium, okay, തോറിയത്തിന്റെ കേസിൽ നിങ്ങൾ നോക്കുക. ഈ തോറിയത്തിന്റെ കേസിലുള്ള നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, കാരണം തോറിയം 90 ആണ് അല്ലേ. ഇപ്പൊ 90 എന്ന് പറയുന്നത് ആക്ടിനിയത്തിന് ശേഷം വരുന്ന എലമെന്റ് ആണ്. സോറി, ഓക്കെ, ആക്ടിനിയത്തിന് ശേഷം വരുന്ന എലമെന്റ് ആണ്. ആക്ടിനിയം എന്ന് പറയുന്നത് 89 ആണ് അല്ലേ, 89. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കി. ആക്ടിനിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആക്ടിനിയം ഈസ് 61 7s2 ആണ്. അതിന് തൊട്ട് മുമ്പുള്ളത് റേഡിയം ആണ്. റേഡിയത്തിന്റെ 7s2 ആണ്. ബട്ട് നെക്സ്റ്റ് എലമെന്റ് പോകുന്നത് 61ലേക്കാണ്. ഇനി ആക്ടിനിയം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത എലമെന്റിലേക്ക് പോകുമ്പോൾ, തോറിയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത് 61ന് ശേഷം 5f1 ഫിൽ ആവുന്നതായിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ. 5f1 ഫിൽ ആവുന്നതായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ അവിടെ 5f1 ഫിൽ ആവുന്നതായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളുടെ ആക്ച്വൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നതിനെ രണ്ട് കോൺഫിഗറേഷൻസ് ഇവിടെ നമ്മൾ പറയാറുണ്ട്. സീബോർ കോൺഫിഗറേഷൻ, ഡൗസൺ കോൺഫിഗറേഷൻ പറയും. സീബോർ കോൺഫിഗറേഷൻ അനുസരിച്ച് 5f1 6d1 7s2 അങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ ഡൗസൺ കോൺഫിഗറേഷൻ അനുസരിച്ച്, ഓക്കെ, അതാണ് കൂടുതൽ ആക്ച്വാലിറ്റിയിലേക്ക് നിൽക്കുന്നത് എന്നാണ് അഭിപ്രായം. അപ്പം ഈ കോൺഫിഗറേഷൻ അനുസരിച്ച് 6d2 7s2 എന്നാണ് വരുന്നത്. ഓക്കെ, 5f1ലുള്ള ഒരു ഇലക്ട്രോൺ കൂടി 6dയിലേക്ക് മാറും. കാരണം 5fഉം 6dയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവാണ്. അപ്പം അവിടെ ഒരു എക്സെപ്ഷൻ നമ്മൾ വീണ്ടും കാണും. ഓക്കെ, സോറി. ഇനി നമ്മൾ
Sorry. So when we are coming to the next element, that is protactinium, then you can see that it is 5f2 6d1 7s2 അല്ലേ? ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് 5f1 6d1 7s2 ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് അടുത്തതിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? 5f ഒരു ഇലക്ട്രോൺ കൂടി കൂടും. അങ്ങനെ 5f2 6d1 7s2 എന്ന് വരും അല്ലേ? അതുപോലെ അടുത്തതിനകത്തോട്ട് പോകുമ്പോൾ 5f3, അങ്ങനെ എഫ് സബ്ഷെല്ലുകൾ വീണ്ടും ഇവിടെ ഫില്ലായി വരികയാണ്. 5f സബ്ഷെല്ല് ഫില്ലായി വരികയാണ്. ഫില്ലായി ഇങ്ങോട്ട് വരുന്നു. നമ്മൾ ഇവിടെ വരുമ്പോഴത്തേന് ലോറൻസിയത്തിലേക്ക് എത്തുമ്പോഴത്തേന് 5f14 ആണ് 5f14 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇവിടേക്ക് നോക്കുമ്പോൾ എന്താണ്? 5f ഓർബിറ്റൽസ് ഫില്ലായി വരികയാണ്. ഇവിടെ മുതൽ ഇവിടേക്ക് നോക്കുമ്പോൾ 4f ഓർബിറ്റൽസും ഫില്ലായി വരികയാണ്. അപ്പൊ ആദ്യം കണ്ട സീരീസിൽ 4f ഓർബിറ്റൽസ് 1 മുതൽ 14 വരെ ഫില്ലാവുന്നു. രണ്ടാമത്തേനകത്ത് 4f ഓർബിറ്റൽസ് 1 മുതൽ 14 വരെ, 5f ഓർബിറ്റൽസ് 1 മുതൽ 14 വരെ ഫില്ലാവും അല്ലേ? അപ്പൊ ഇത്രയും എലമെന്റുകളുടെ പ്രത്യേകത, അവരിൽ എഫ് ഇലക്ട്രോൺസ് ആണ് ഫില്ലാവുന്നത്, എഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അവരെ എഫ് ബ്ലോക്ക് എന്നാണ് വിളിക്കുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ ഇതാണ് പീരിയോഡിക് ടേബിളിലെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, ഇൻ എഫ് ബ്ലോക്ക് എലമെന്റ്സ് they contains ലാന്തനേറ്റ്സ് ആൻഡ് ആക്ടിനേറ്റ്സ്. ആദ്യത്തെ സീരീസിനെ നമ്മൾ വിളിക്കുന്നത് ലാന്തനേറ്റ്സ് എന്നാണ്. അപ്പൊ ഇവിടുത്തെ സീരിയത്തിലാണ് അത് തുടങ്ങുന്നത്. ഇത് നോക്കുക, ലന്താനം 57 ആണ് അല്ലെ? ലന്താനത്തിന് ശേഷം വരുന്ന എലമെന്റ് ആണ് സീറിയം. അപ്പൊ ലന്താനത്തിനെ ഫോളോ ചെയ്യുന്ന ഈ എലമെന്റ്സിനെ നമ്മൾ ലാന്തനൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഇതിനെ ആക്ടിനേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ആക്ടിനേറ്റ് തോറിയത്തിലാണ് തുടങ്ങുന്നത്. 90 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ. അതിന് തൊട്ടുമുമ്പുള്ള എലമെന്റ് ഏതാണ്? ആക്ടിനിയമാണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 89 ആണ്. ഈ ആക്ടിനിയത്തെ ഫോളോ ചെയ്യുന്ന എലമെന്റുകൾ അല്ലെ? ഈ ആക്ടിനിയത്തെ ഫോളോ ചെയ്ത് വരുന്ന എലമെന്റുകളാണ് എന്ത്? ഈ തോറിയം, പ്രൊട്ടക്ടിനിയം എന്ന് പറയുന്ന എലമെന്റുകൾ, യുറേനിയം, നെപ്റ്റ്യൂണിയം എന്ന് പറയുന്ന ഇങ്ങനെ പോകുന്ന എലമെന്റുകളെല്ലാം, ലോറൻസിയം വരെയുള്ള എലമെന്റുകൾ ആക്ടിനിയത്തെ ഫോളോ ചെയ്യുന്ന എലമെന്റുകളാണ് അല്ലെ? അപ്പൊ ഇവരെ ആക്ടിനൈഡുകൾ എന്നാണ് വിളിക്കുന്നത്. ആദ്യത്തേത് ലന്താനത്തെ ഫോളോ ചെയ്യുന്ന എലമെന്റുകൾ ലാന്തനൈഡുകളും, പിന്നെ ആക്ടിനിയത്തെ ഫോളോ ചെയ്യുന്ന എലമെന്റുകൾ ആക്ടിനൈഡുകളും. അപ്പൊ ഇതിനകത്ത് തന്നെ 2 ഡിസഗ്രിമെന്റ്സ് ഉണ്ട്. ലാന്തനൈഡ്സ് എന്ന് പറയുന്നത് പല സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിൽ ലാന്തനൈഡ്സ് എന്ന് പറയുന്നത് സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള എലമെന്റുകളെയാണ് ലാന്തനൈഡ്സ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഓക്കെ, എന്നാൽ അതേപോലെ ചില സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള എലമെന്റുകൾ കൂടാതെ ലന്താനത്തെയും എന്തായിട്ട് ലാന്തനൈഡ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ആക്ടിനൈഡുകളുടെ കൂട്ടത്തിൽ തോറിയം ടു ലോറൻസിയം വരെയാണ് ആക്ടിനൈഡായിട്ട് നമ്മൾ സാധാരണ കണക്കാക്കപ്പെടുന്നത്. പല ടെക്സ്റ്റ് ബുക്കുകളിലും അങ്ങനെ തന്നെയാണ്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ അങ്ങനെയാണ്. എന്നാൽ ചില സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ആക്ടിനിയത്തെ കൂടെ പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ചില ഡിസഗ്രിമെന്റുകൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ മേഖല. ഓക്കെ, എന്തായാലും ഈ എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും ഏറ്റവും താഴെ കിടപ്പുറത്ത 2 പീരീഡ്സ് ഓഫ് എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ 2 സീരീസ് ഓഫ് എലമെന്റ്സ് ആണ് എന്താണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പീരിയോഡിക് ടേബിളിലുള്ള പല ബ്ലോക്ക് ഓഫ് എലമെന്റ്സിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ കിട്ടി എന്ന് ഞാൻ കരുതുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പീരിയോഡിക് ടേബിളിലുള്ള എലമെന്റ്സിനെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്, എത്ര ബ്ലോക്കുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ ദ എലമെന്റ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ആർ ക്ലാസിഫൈഡ് ഇൻടു എസ്, ബി, ഡി ആൻഡ് എഫ് ബ്ലോക്സ്. അപ്പോൾ ഇതിന്റെ ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനത്താണ് they are classified according to the outer electronic configuration or where the most reactive or highest energy electron is being filled അല്ലെ? എസ് സബ്ഷെല്ലാണ് ഫില്ല് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എസ് ബ്ലോക്ക്. ഇപ്പോൾ പി സബ്ഷെല്ലാണ് ഫില്ല് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ those elements will constitute the p block. If the highest energy electron is going to be filled in the d orbital, then those elements will constitute the d block, and if it is filled in the f block, f subshell, then those elements will constitute the f block. അപ്പോൾ ഇങ്ങനെയാണ് പീരിയോഡിക് ടേബിളിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വിവിധ എലമെന്റുകളെ പറ്റി മനസ്സിലായി അല്ലേ? സോ ദീസ് ആർ കോൾഡ് ദ ആൽക്കലി മെറ്റൽസ്. ഇത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്.
അതുപോലെ ഇത് നോബിൾ ഗ്യാസസ് ആണ്, ഇതെല്ലാം നോബിൾ ഗ്യാസസ് ആണ്. അതുപോലെ ഇത് ട്രാൻസിഷൻ മെറ്റൽസ് ആണ്, ട്രാൻസിഷൻ മെറ്റൽസ്. ഇത് ലാന്തനൈഡ്സ് ആണ്, അതുപോലെ ഇത് ആക്ടിനൈഡ്സ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പം ലാന്തനൈഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇത്രയും പെടും. എന്നാൽ ചില ഓതേഴ്സ് ലന്താനത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആക്ടിനൈഡ്സിന്റെ കാര്യം പറയുമ്പോൾ ഇത്രയുമാണ്. എന്നാൽ ചില ഓതേഴ്സ് എന്താ, അല്ലെങ്കിൽ ചില ബുക്ക് ഓതേഴ്സ് ആക്ടിനിയത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനിയും ഇതിനകത്ത് തന്നെ മെറ്റൽസും ഉണ്ട്, നോൺ മെറ്റൽസും ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ അധികം സംസാരിക്കുന്നില്ല. മെറ്റൽസ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത് ഇവരെയൊക്കെയാണ്. ഓക്കെ, ഇനി നോൺ മെറ്റൽസ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത് ഈ ഭാഗത്ത് വരുന്ന ആളുകളെയാണ്. ഓക്കെ, അപ്പം ഇത്തരം പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ എലമെന്റുകളെ പറ്റിയുള്ള കൂടുതൽ ധാരണകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ rsc.org/periodic table periodic -table എന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ഞാനിപ്പോൾ കാണിച്ച കാര്യം നിങ്ങൾക്ക് അവിടെ ആക്സസ് ചെയ്യാം. ഓരോ എലമെന്റിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ എലമെന്റിനെ പറ്റിയുള്ള ഒരു ധാരണ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ക്ലിക്കിംഗ് scandium, for example, okay, if you are clicking here scandium, then it will give information about the scandium. Okay, you will get more information about scandium. You can get the group, period, block, where it is then included, then boiling point, melting point, all these cases you will get. Okay, also you will get users, properties, history, atomic data, oxidation state and isotope. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. You will get the podcast, videos, references, everything from here. So I suggest you to use this website, and you can get more information about the periodic table. Okay, if you don't know what is this link, I will show you what is this link. Let me paste it here. Sorry, I'll copy this from here. A minute. Okay, this is that website. Okay, https I don't know how to say this. www.rsc.org periodic table. Okay, so you can use this information. You can use this link, and then you will get this periodic table, interactive periodic table. Okay, and I hope you understood this. And in the next online class, I will tell you more about other properties in the periodic and the periodic trends that we can see among the elements. Okay, I hope you understood this lecture. If you have any doubt, don't hesitate to ask me. And I hope you had a wonderful time. And this is pandemic time. Okay, so you have to be very careful that you should limit your contacts with other people. Okay, even if your friends, neighbors, relatives, always use mask. Whenever a person comes to you, think that there is a possibility that the coronavirus can be transmitted from that person to me, or from myself to that person. So you have to use your weapon, that is mask, and always wash your hands. And so that if we are taking care of ourselves, okay, actually we are taking care of our society. നമ്മൾക്ക് തന്നെ ഈ രോഗം വരാതിരിക്കുകയാണെങ്കിൽ സത്യത്തിൽ നമ്മളെ മാത്രമല്ല നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ സൊസൈറ്റിയെ മൊത്തമാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. കാരണം ഓരോരുത്തർക്കും രോഗം വരുമ്പോൾ മറ്റുള്ളവരിലേക്ക് ആ രോഗം പടർന്നു കിട്ടാനുള്ള സാധ്യത കൂടുകയാണ്. നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ കിട്ടുന്നു, നമ്മുടെ കുടുംബാംഗങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ ഇടപെടുന്ന സ്ഥലങ്ങളിലേക്ക് അത് കിട്ടുന്നു, പിന്നീട് അവരുടെ കുടുംബാംഗങ്ങളിലേക്ക് കിട്ടുന്നു, അങ്ങനെ രോഗം പടർന്നു പോവുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും രോഗം കിട്ടുമ്പോൾ സമൂഹത്തിൽ ഈ രോഗം കിട്ടുന്നതിനുള്ള സാധ്യതകൾ കൂടുകയാണ്. അപ്പോൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക വഴി ചെയ്യുന്ന സമൂഹത്തെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. Therefore, let me remind you once again, this is a pandemic time. The test positivity rate is very high, so we all should be very much responsible, so that we should ensure that we are not getting infected by this virus, this deadly virus. Okay, so that we can protect our society, not only ourselves, our society as well. Okay, anyway, ഇത് അവസാനം ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. പാൻഡമിക് ടൈം ആയതുകൊണ്ട് ഈ പാൻഡമിക് ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട്
ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നറിയാം. നമ്മുടെ ഓൺലൈൻ ക്ലാസ് വഴി, ഓൺലൈൻ സങ്കേതം വഴിയാണ് നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം നടക്കുന്നത് എന്നതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. എനിവേ, വി ഹാവ് ടു സംഹൗ ഗോ ത്രൂ ദ സിറ്റുവേഷൻ അല്ലേ, നമ്മളെല്ലാവരും ഈ സിറ്റുവേഷനിൽ കടന്നു പോയേ പറ്റുള്ളൂ. So if you are feeling any difficulty, don't hesitate to ask me or my colleagues. You can call for help anytime. We are ready to help you. Okay, and thank you for watching, and stay tuned.